ഇവർ ഈ പറയുന്ന ഈ ഹാങ്കറിലേക്ക് മാറ്റാതിരിക്കാനുള്ള പ്രധാന കാരണം ഇതൊന്നും അല്ല പറയുന്നത്. അതായത് വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ, അതായത് ഈ വിമാനത്തിൽ സ്റ്റെൽത്ത് കോട്ടിംഗ് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സംവിധാനം, അത് അതിൻ്റെ പുറമേ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ പുതിയ തരം ആയുധങ്ങൾ ഘടിപ്പിക്കാനായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ അതും ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന 5th ജനറേഷൻ വിമാനം ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കിട്ടിയ സുവർണ അവസരമാണ്. പക്ഷേ അതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് ഇവർ. കാരണം ഒരു മറയും ഒളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഹാങ്കറിലോട്ടൊന്ന് കയറ്റി കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നൈസായിട്ടൊന്ന് നോക്കാമായിരുന്നു. പക്ഷേ അതവർ സമ്മതിക്കില്ല. നമ്മൾ മരത്തെ കണ്ടപ്പോൾ ഒരു മാനത്ത് കണ്ടു. ആ പരിപാടി വേണ്ട, അതുകൊണ്ടാണ് തൽക്കാലം ഹാങ്കറിലേക്ക് മാറ്റാത്തതെന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ പിന്നീട് അതിൽ നമ്മുടെ UK ഹൈക്കമ്മീഷൻ ഒരു നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങളുടെ എഞ്ചിനീയർമാർ വന്ന് നോക്കി, പിന്നെ അവരെക്കാളും മുതിർന്ന മേസ്ത്രിമാർ വരാനുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന വിമാനത്തെ നമുക്ക് ഹാങ്കറിലേക്ക് മാറ്റാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.